നമസ്കാരം. ഇന്ന് നമുക്ക് ശാപങ്ങളെക്കുറിച്ച് നോക്കാം. അതായത് ഒരു ഹോറോസ്കോപ്പ് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ശാപങ്ങൾ, അതായത് മുൻ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അതിൻ്റെ ആവർത്തനം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം ബ്രാഹ്മണ ശാപം എന്താണെന്ന് നോക്കാം. ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞാൽ ജനനം കൊണ്ട് ബ്രാഹ്മണനായ ഒരാളുടെ ശാപം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഒരു ജ്ഞാനിയായ ഒരാളുടെ, ഒരു സ്പിരിച്വൽ പേഴ്സണായ ഒരാളുടെ, ഒരു സ്പിരിച്വൽ ക്വാളിറ്റീസ് ഒക്കെയുള്ള ഒരാളുടെ ശാപം എന്നാണ് അർത്ഥം. അതായത് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മുൻജന്മത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അവരെ ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, ഏതെങ്കിലും തരത്തിൽ അവരെ വഞ്ചിച്ചിട്ടുണ്ടാകാം, അവരുടെ സ്വത്തുകൾ കൈക്കലാക്കിയിട്ടുണ്ടാകാം, ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ തീവ്രമായ ദുഃഖമാണ് നമ്മൾക്ക് ഈ ജന്മത്തിൽ അതിൻ്റെ ഒരു കർമ്മഫലം ആയിട്ട്, ഒരു ശാപമായിട്ട് മാറി വരുന്നത്. അപ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു സ്പിരിച്വൽ പേഴ്സണെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്, ജൂപ്പിറ്ററിനെ കൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ ഹോറോസ്കോപ്പ് എടുത്ത് പരിശോധിക്കുക. അയാളുടെ ഹോറോസ്കോപ്പിൽ ജൂപ്പിറ്ററിന് എന്തെങ്കിലും രീതിയിലുള്ള അഫ്ലിക്ഷൻ വരുന്നുണ്ടോ? ആരെ കൊണ്ടുള്ള അഫ്ലിക്ഷൻ? സാറ്റേണിനെ കൊണ്ടും മാസിനെ കൊണ്ടും, അതായത് ശനിയെ കൊണ്ടും കുജനെ കൊണ്ടുമുള്ള അഫ്ലിക്ഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുരവസ്ഥ ജൂപ്പിറ്ററിന്, വ്യാഴത്തിന് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ബ്രാഹ്മണ ശാപമായിട്ട് പറയാം. അല്ലെങ്കിൽ രാഹുവിനെ കൊണ്ട്, ആദ്യം പറഞ്ഞ കേസിൽ സാറ്റേണും ഇതും വേണം, മാർസും വേണം. രണ്ടാമത് പറയുന്നതിൽ രാഹുവിനെ കൊണ്ട് ജൂപ്പിറ്ററിന് അഫ്ലിക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു ബ്രാഹ്മണ ശാപമായിട്ട് നമുക്ക് കരുതാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീരാമൻ്റെ ഹോറോസ്കോപ്പ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ശ്രീരാമൻ എന്ന് പറയുന്നത് കർക്കിടകം ലഗ്നത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കർക്കിടകമാണ് അദ്ദേഹത്തിൻ്റെ ലഗ്നം. ലഗ്നത്തിൽ തന്നെ ആരുണ്ടായിരുന്നു? ഗുരു ഉണ്ടായിരുന്നു, വ്യാഴമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചൊവ്വ ഉച്ചത്തിലായിരുന്നു, അത് മകരത്തിലായിരുന്നു. അപ്പോൾ മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് കർക്കിടകത്തിലോട്ട് ആസ്പെക്റ്റ് ഉണ്ട്, 7th ആസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാറ്റേണും, ശനിയും ഉച്ചത്തിലായിരുന്നു, ശനി തുലാത്തിലായിരുന്നു. അപ്പോൾ ശനിയുടെ 10ാമത്തെ ദൃഷ്ടി എങ്ങോട്ടുണ്ട്? ഈ കർക്കിടകത്തിലോട്ടുണ്ട്. അപ്പോൾ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി ഈ അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലോട്ടുണ്ട്. ലഗ്നത്തിൽ ആരിയ്ക്കുന്നു? ലഗ്നത്തിൽ ജൂപ്പിറ്റർ ഇരിക്കുന്നു, വ്യാഴം ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ നിന്നും ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ ജന്മത്തിലും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെ? ഏത് ഏരിയയിലാണ്, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ഈ ശാപം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയണമല്ലോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഹോറോസ്കോപ്പിൽ സാറ്റേൺ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അതായത് ലഗ്നവുമായി ബന്ധപ്പെട്ട് സാറ്റേൺ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. സാറ്റേൺ എവിടെ നിൽക്കുന്നില്ല, സാറ്റേണിൻ്റെ ഹൗസ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം, ശ്രീരാമൻ കർക്കിടക ലഗ്നമാണ്. സാറ്റേണിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം മകരവും കുംഭവുമാണ്. അതായത് ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവവും 8ാം ഭാവവുമാണ്. ശ്രീരാമന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് ഈ 7ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അവിടെ കുജനുമുണ്ട്. 7ാം ഭാവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യാവിയോഗം ഉണ്ടാകുന്നു, ഭാര്യയെ തേടി പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നു. അതിനുശേഷം ഭാര്യയെ തിരിച്ചു കിട്ടുന്നു, പിന്നീടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരാളുടെ ലഗ്നവുമായി ബന്ധപ്പെട്ട് ശനിയുടെ രാശികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാവങ്ങളാണ്, ആ ഭാവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും ഈ ബ്രാഹ്മണ ശാപം മൂലം അയാൾക്ക് ഉണ്ടാകുന്ന, ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളത്? പരിഹാരം ഒന്ന് ചന്ദ്രയാന വ്രതമാണ്. ചന്ദ്രയാന വ്രതം എന്താണെന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ചന്ദ്രയാന വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കണതെന്ന്. പിന്നെ ഒരു പരിഹാരം പറയുന്നത് രത്നങ്ങൾ ദാനം ചെയ്യുക, 5 രത്നങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വർണം ദാനം ചെയ്യുക എന്നുള്ളതാണ് മറ്റു 2 പരിഹാരങ്ങൾ. അതൊക്കെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിട്ട് വരും. ചന്ദ്രയാന വ്രതം ഇത്തിരി മനോബലമുള്ളവർക്ക് ചെയ്യാം, മറ്റുള്ളത് എല്ലാവർക്കും ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ പശുവിനെ ദാനം ചെയ്യുക ഒരു റെമഡി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു പരിഹാരം പറയുന്നത് ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ്. അത് തിങ്കളാഴ്ച തോറും ശിവനെ ആരാധിക്കുന്നത് ഇതിനുള്ളൊരു പരിഹാരമാണെന്ന് പറയുന്നു. ഈ ബ്രാഹ്മണ ശാപത്തിനുള്ളൊരു പരിഹാരമാണെന്ന് പറയുന്നു. നമുക്ക് ശ്രീരാമൻ്റെ കഥ പരിശോധിച്ചാലും മനസ്സിലാകാം, ശ്രീരാമൻ ഈ ജന്മത്തിലും അതേ ആവർത്തനം ഉണ്ടായേനെ. അതായത് ബ്രാഹ്മണ ശാപം അദ്ദേഹത്തിന് ഈ ജന്മത്തിലും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായേനെ. എന്തുകൊണ്ട്? രാവണൻ ഒരു ബ്രാഹ്മണ സന്തതിയാണ്. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് മുമ്പെന്നും പറയുന്നു, യുദ്ധത്തിന് ശേഷമെന്നും പറയുന്നു, അദ്ദേഹം രാമേശ്വരത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട്, ആ ശിവനെ ആരാധിക്കുന്നുണ്ട്. അത് ഈ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മുക്തിക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതുകൊണ്ട് ശിവനെ ആരാധിക്കുന്നത്, തിങ്കളാഴ്ച തോറും ശിവനെ ആരാധിക്കുന്നത് നമുക്ക് ആ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.